ഇടുക്കിയിൽ പഞ്ചായത്ത് വക വനിതാ ഓപ്പൺ ജിം നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് ആരോപണം. ഈ ജിമ്മിന്റെ നിർമ്മാണത്തിലടക്കം വലിയ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ പോയിട്ട് 5 ലക്ഷം രൂപയുടെ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ജിമ്മിൽ നടന്നിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളിൽ പോലും ക്വാളിറ്റിയിൽ പോലും വളരെ ആശങ്ക ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ജിം ഉപയോഗിക്കുന്ന വനിതകളുടെ ജീവന്റെ സുരക്ഷയ്ക്ക് പോലും വലിയ തോതിലുള്ള ഭീഷണിയാണ് നേരിടുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഈ ജിം നിർമ്മാണത്തിന്റെ മറവിൽ വലിയ തോതിലുള്ള അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഈ ജിമ്മിലേക്കടക്കം കടന്നുവരുന്ന നടപ്പാത എന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിലും സ്വകാര്യ വ്യക്തികൾക്ക് നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്ന സാഹചര്യം. ക്രമക്കേടെന്നുള്ള ആരോപണമാണ് വരുന്നത്. ഇപ്പോൾ കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം ഹോമിയോ ആശുപത്രിയിലെ ജിംനേഷ്യം നിർമ്മാണത്തിലാണ് ഈ അഴിമതി ആരോപണം ഉയരുന്നത്. ക്രമക്കേട് ചൂണ്ടിക്കാട്ടുന്നതിനിടെ ഉദ്ഘാടനത്തിന് പിന്നാലെ ജിം പൊളിച്ചു പണിയാൻ ഒരുങ്ങുകയാണ്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, നിർമ്മാണത്തിൽ എന്ത് ക്രമക്കേടുണ്ട് എന്നാണ് ആരോപിക്കപ്പെടുന്നത്? ഇപ്പോൾ പൊളിച്ചു പണിയണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്താണ് ആ ജിമ്മിലെ പ്രശ്നം? എന്താണ് ശരി? ലക്ഷ്മിപത്മ 2025-26 വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു ജിംനേഷ്യം ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം ഹോമിയോ ആശുപത്രിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ നിർമ്മാണത്തിൽ വ്യാപകമായി ക്രമക്കേട് ഉള്ളതായിട്ടാണ് ആരോപണം ഉയരുന്നത്. അതിൽ പ്രധാനമായും ഇതിൽ ഗുണനിലവാരമില്ലാത്ത സാധന സാമഗ്രികളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ടൈലുകൾ പലതും നിലവാരമില്ലാത്തതാണ്. ഒപ്പം തന്നെ ഈ മെഷീനറികൾ, ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മെഷീനറികളെ ചൊല്ലിയും ചില ഗുണനിലവാരമില്ലാത്തതൊക്കെയാണെന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ 16-ാം തീയതിയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. ആ ദിവസം ഇവിടേക്ക് എത്തിയ ഇടുക്കി MLA റോയ് കെ പൗലോസ് അടക്കം ഇത്തരത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവമോർച്ച അടക്കം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രംഗത്ത് എത്തുകയും ചെയ്തത്. ഇവർ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെ, പരാതികൾ നൽകിയതിന് പിന്നാലെ തന്നെ പഞ്ചായത്ത് അധികൃതർ തിടുക്കപ്പെട്ട ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് സംശയത്തിന് വഴിയൊരുക്കിയതും. ഏതായാലും 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ ഒരു ജിംനേഷ്യത്തിൽ ഏതാണ്ട് ഇതിന്റെ പകുതി തുക പോലും മുടക്കിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. തദ്ദേശ മന്ത്രിക്ക് അടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് യുവമോർച്ച പ്രവർത്തകരടക്കമുള്ളത്. ലക്ഷ്മി. സുജിത് സുരേന്ദ്രൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.